ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കരിമീൻ പാൽ കറിയാണ് കേട്ടോ. നല്ല ഫ്രഷ് കരിമീൻ തേങ്ങാപ്പാലിലൊക്കെ വേവിച്ച് നല്ല കിട്ടിലൻ ടേസ്റ്റിലുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 12 പീസ് കരിമീനുണ്ട്. ഫുള്ളായിട്ടല്ല, ഓരോ മീനിനെയും ഇതുപോലെ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി 12 പീസ് വരും. അപ്പോൾ ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഓരോ കഷ്ണത്തിലും ഞാനിങ്ങനെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മൾ മസാലയൊക്കെ ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഈ മീനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ കറിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം, ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുമ്പം എടുക്കുന്ന മസാല തന്നെയാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ചധികം കഷ്ണം ഉള്ളതുകൊണ്ടാണ് 5 ടീസ്പൂൺ മുളക് പൊടി വേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഇനി കുറച്ച് എണ്ണ, ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. ഇനി ഈ പേസ്റ്റ് നമ്മൾ എടുത്തു വെച്ച മീനിലോട്ട് പുരട്ടി വെക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ വെക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഈ മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫുള്ള് നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, പിന്നെ നമ്മൾ കറിയിലിട്ട് വേവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. അതായത് ഓരോ സൈഡും ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അത് ഇതുപോലെ നമ്മൾ മീൻ കറിയിൽ ഇടുമ്പോൾ ഇത് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു വാരിക്കാനും കൂടിയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന മീനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പരന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതാണ് കൂടുതലും നല്ലത് കേട്ടോ. നമ്മൾ കുഴിഞ്ഞ ഇങ്ങനെ മൺചട്ടി പോലുള്ള പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മീൻ എടുക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ പാനിലോട്ട് നമ്മൾ ആ മീൻ ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, അതിനകത്തുനിന്ന് കുറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടു, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഈ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, 1-2 പച്ചമുളക് ഇടാം, ഒരു മീഡിയം സൈസിലുള്ളൊരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ അങ്ങ് പോകണം. സവോള നല്ലതായിട്ടൊന്ന് വാടിയും വരണം. അതുവരെ നന്നായിട്ട് വഴറ്റാം. മീൻ ഫ്രൈ ചെയ്ത ഫുൾ എണ്ണ ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം, കറിക്ക് ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് മാത്രമുള്ള എണ്ണ എടുത്താൽ മതി. സവോളയൊക്കെ വാടിക്കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. ഇപ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികൾ നന്നായിട്ട് മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. 1/4 കപ്പ് രണ്ടാം പാൽ, അതായത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ മാഗിയുടെയൊക്കെ മിൽക്ക് പൗഡർ കിട്ടില്ലേ, അത് വെച്ചിട്ടും ചെയ്യാം. ഞാൻ അത് വെച്ചും ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ 1/4 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. കുറച്ച് നേരം നമ്മൾ ഈ മീൻ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം മീനും കൂടി ഇട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കറി വേണം. അപ്പോൾ 1/4 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളവും ഒഴിച്ചു. ഇനി ഇതിനകത്ത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. കുറച്ച് കറിവേപ്പില ഞാൻ അതുപോലെ തന്നെ ഇടുവാണ്. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കാം. അപ്പോൾ ഈ കറി തിളയ്ക്കാൻ തുടങ്ങി. ഇതിനകത്തേക്ക് ഒരു 2 പീസ് കുടംപുളി ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് കുടംപുളിയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. വാളംപുളിയേക്കാളും കുടംപുളി തന്നെയാണ് ഇടേണ്ടത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. അപ്പം മീൻ അതിനകത്ത് ഫുള്ളിങ്ങനെ മുങ്ങി കിടക്കത്തില്ല, കാരണം നമ്മൾ പരന്ന പാൻ എടുത്തിരിക്കുന്നത് കൊണ്ടാണ്.
കുറച്ചും കൂടെ കുഴിവുള്ള പാനാണെങ്കിൽ മീൻ ഫുള്ള് മുങ്ങിക്കിടക്കും. പക്ഷെ അത് കുഴപ്പമില്ല. എനിക്കിതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ അവസാനം മീൻ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും, പൊടിഞ്ഞൊന്നും പോവാതെ കിട്ടും. നമുക്ക് ഒരുപാട് അങ്ങനെ ഇളക്കേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഈ ഓരോ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇങ്ങനെ ഇട്ട് വേവിച്ചാലും അത് നല്ലതായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ഈ തേങ്ങാപ്പാലൊക്കെ വറ്റി മീനൊക്കെ ആവശ്യത്തിന് വെന്ത് വരണം. കറി കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പം മീനൊക്കെ ആവശ്യത്തിന് വെന്ത് ഇതുപോലെ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഇതിനകത്ത് നമുക്ക് ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. കട്ടിപ്പാൽ കേട്ടോ. എത്ര തേങ്ങാപ്പാലിൻ്റെ അളവ് ഗ്രേവി എത്ര കുറുകിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ഒഴിക്കാം. എന്നിട്ട് പാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. സ്പൂണിട്ട് ഇളക്കണ്ട, മീൻ പൊടിഞ്ഞു പോവാതെ പാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കൊള്ളും. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കരിമീൻ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എൻ്റെ മുകളിലിട്ടു. ഇത് കരിമീൻ വെച്ച് മാത്രമല്ല കേട്ടോ, ആവോലി പോലുള്ള മീനുകൾ വെച്ചും ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കാം. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ കറിയൊക്കെ പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കരിമീൻ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കറിയൊക്കെ നന്നായിട്ട് കുറുകി കുറച്ച് എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ മീനില്ലാണ്ട് വെറുതെ ആ കറി കഴിക്കാൻ തന്നെ സൂപ്പറാണ് കേട്ടോ. ചോറൊക്കെ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും ആ കറി മാത്രം കൂട്ടി കഴിക്കാം. മീനായാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ചേർത്തിരിക്കുന്നുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.